ആയുർതട്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ ഷഫ്ന. നമുക്ക് എല്ലാവർക്കും അറിയാം, സൂര്യപ്രകാശം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിക്ക് വളരെയധികം വ്യത്യാസം ഉണ്ടാക്കുന്നുണ്ടെന്ന്. എന്നാൽ ഏറ്റവും കൂടുതൽ കാലം ഒരു വർഷം മുഴുവനും സൂര്യപ്രകാശം ലഭിക്കുന്ന ഒരു രാജ്യമായിട്ടുള്ള ഇന്ത്യയിൽ 70-90%, അതായത് 70 മുതൽ 90% ആളുകളിലും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? പലരും പറയാറുണ്ട്, ഞാൻ നല്ലപോലെ വെയിൽ കൊള്ളുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാവാൻ ഒരു ചാൻസുമില്ല. എന്നാൽ അതങ്ങനെയല്ല. വൈറ്റമിൻ ഡി ലഭിക്കുന്നതിന്, അതുപോലെ അബ്സോർബ് ചെയ്യുന്നതിന് പ്രത്യേക രീതിയുണ്ട്. വളരെ ഈസി ആയിട്ടുള്ള, വളരെ ഒട്ടും തന്നെ പൈസ മുടക്കില്ലാത്ത രീതിയിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി നമുക്ക് മാറ്റിയെടുക്കാം എന്നും സൂര്യൻ്റെ എനർജി നമ്മളിലേക്ക് കൊണ്ടുവരാം എന്നും ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും. സൗരോർജ്ജത്തിനെ ഉപയോഗിച്ചിട്ട് 3 രീതിയിൽ നമുക്ക് എനർജി അബ്സോർബ് ചെയ്യാൻ സാധിക്കും. ആ ഒരു 3 രീതിയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. എങ്ങനെ കൃത്യമായിട്ട് നമുക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി സൗരോർജ്ജത്തിൻ്റെ സഹായത്തോടു കൂടി ഇല്ലാതാക്കാം, വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് ഉപയോഗിക്കുന്നത് എങ്ങനെ കുറക്കാം, കൂടാതെ ഡിപ്രഷൻ, ആങ്സൈറ്റി, പലതരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ, സ്കിൻ പ്രോബ്ലംസ്, കണ്ണിൻ്റെ ബുദ്ധിമുട്ടുകൾ തുടങ്ങി പല രോഗങ്ങൾക്കും നല്ല ഒരു ഔഷധമാണ് സൗരോർജ്ജം എന്നുള്ളത് കൂടി ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് ഈ വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ ബാക്കിയുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സൂര്യനാണ് നമ്മുടെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള എനർജി സോഴ്സ്. നമ്മുടെ ഊർജ്ജ സ്രോതസ് എന്ന് പറയുന്നത് സൂര്യനാണ്. അതുകൊണ്ട് തന്നെ സൂര്യനെ ഒരു ഹീലറായിട്ട്, അതായത് എല്ലാ അസുഖങ്ങളും മാറ്റുന്ന ഒരാളായിട്ട് കരുതുന്ന നമ്മുടെ ഇന്ത്യ അടക്കം പല നാടുകളിലും അങ്ങനെ കരുതി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സൂര്യനെ ഒരു ദൈവമായിട്ടും ഇന്ത്യ അടക്കം പല രാജ്യങ്ങളിലും അവർ ആരാധിക്കുന്നുമുണ്ട്. എന്നാൽ നമ്മൾ സൂര്യപ്രകാശത്തിനെ ഒട്ടും തന്നെ വില കൊടുക്കാത്ത ഒരു തലമുറയാണ് ഇപ്പോൾ കടന്നു വരുന്നത്. നമ്മൾ കൂടുതൽ സമയം വീടിനകത്ത് ചെലവഴിക്കുന്നു, ഓഫീസിനകത്ത് ചെലവഴിക്കുന്നു. പുറത്ത് വെയിൽ കൊള്ളുന്നത് വളരെ പ്രശ്നമുണ്ടാക്കുന്ന, രോഗങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമായിട്ട് കാണുന്നു. അച്ഛന്മാരും കുട്ടികളെ വെയിലത്ത് കളിക്കുന്നതിന് തടയുന്നു. ഇതൊക്കെ പലതരത്തിലുള്ള രോഗങ്ങൾ വന്നുപെടുന്നതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാരണമാണ് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി എങ്ങനെയെല്ലാമാണ് സൂര്യപ്രകാശം നമുക്ക് ഉപയോഗപ്രദമാക്കുന്നത്? ഒരു 3 രീതിയാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത് എന്ന് പറഞ്ഞു. അതിൽ ആദ്യത്തെ രീതി സൺ ബാത്തിങ്, അതായത് സൂര്യപ്രകാശം കൊള്ളുക, വെയിൽ കൊള്ളുക എന്നുള്ളത് തന്നെയാണ്. ശരീരത്തിൽ വെയിൽ നല്ല പോലെ കൊള്ളുന്ന രീതിയിൽ കുറഞ്ഞ വസ്ത്രം ധരിച്ചിട്ട്, അല്ലെങ്കിൽ നല്ല ലൈറ്റ് കളറുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിച്ചിട്ട് വെയിൽ കൊള്ളുക. സൂര്യൻ ഉദിക്കുന്ന സമയത്തും അതുപോലെ സൂര്യൻ അസ്തമിക്കുന്ന സമയത്തും ആണ് വെയിൽ കൊള്ളേണ്ടത്. വെയിൽ കൊള്ളുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. ഒരു 20-30 മിനിറ്റ് വരെ വെയിൽ കൊള്ളാം. എന്നാൽ കൂടുതൽ എക്സേർഷനായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, ബുദ്ധിമുട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സൺ ബാത്തിങ് അപ്പം തന്നെ നിർത്താവുന്നതാണ്. വിയർക്കുമ്പോൾ, നിങ്ങൾ വിയർത്തു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ സൺ ബാത്ത് നിർത്താം. ഈ സമയത്ത് നമുക്ക് റിലാക്സേഷൻ ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാം. സൂര്യ നമസ്കാരം ചെയ്യാം, ഓയിൽ മസാജ് ചെയ്യാം, എന്തെങ്കിലും റീഡ് ചെയ്യാം, മെഡിറ്റേഷൻ ചെയ്യാം. അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ സമയത്ത് ചെയ്യുകയും ചെയ്യാം. അല്ലെങ്കിൽ വെറുതെ നമ്മൾ ആ വെയിൽ കൊണ്ടാലും മതി. ഇങ്ങനെ വെയിൽ കൊള്ളുന്നത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വളരെയധികം കുറഞ്ഞു കിട്ടുന്നതിന് ഹെൽപ്ഫുള്ളാണ്. അതുകൊണ്ട് തന്നെ വീടിനുള്ളിൽ കൂടുതൽ സമയം ചിലവഴിക്കാതെ കുറച്ച് സമയം, ഈ ഒരു പറഞ്ഞ സമയത്ത് കുറച്ച് സമയം നമ്മൾ വെയിൽ കൊള്ളാൻ ശ്രമിക്കുക. എന്നാൽ ഓവറായിട്ട് വെയിൽ കൊള്ളാതിരിക്കാനും ശ്രദ്ധിക്കണം. ഇങ്ങനെ ഓവറായിട്ട് വെയിൽ കൊള്ളുന്നത് കൊണ്ട് സ്കിൻ ടാനിങ്ങും അല്ലെങ്കിൽ സ്കിന്നിലെ റാഷസും കൂടാതെ തലവേദന പോലെയുള്ള മറ്റ് ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മൾ സൺ ബാത്തിങ് നിർത്തി വെക്കുക. അപ്പോൾ ഇതാണ് സൺ ബാത്തിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്ത ടെക്നിക്ക് എന്ന് പറയുന്നത് സൺ ചാർജ്ഡ് വാട്ടർ, 4th ഫേസ് വാട്ടർ അല്ലെങ്കിൽ ലിവിങ് വാട്ടർ എന്നൊക്കെ പറയുന്ന ഒരു വെള്ളത്തിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ നമ്മൾ ഏതാണെന്നൊന്നും ആലോചിക്കേണ്ട. നമ്മൾ ഒരു ഗ്ലാസ് കുപ്പി, അതിൽ കുറച്ച് വെള്ളം എടുക്കുക. ആ വെള്ളം നമ്മൾ നല്ല സൂര്യൻ ഉദിച്ചു വരുന്ന സമയം തൊട്ട് സൂര്യൻ അസ്തമിക്കുന്നതിന് വരെ ഒരു 5 to 8 hours വെയിൽ നന്നായിട്ട് കൊള്ളിക്കുക. ആ വെള്ളം നമ്മൾ 24 മണിക്കൂറിനുള്ളിൽ കുടിച്ച് തീർക്കുക. ഈ സൺ ചാർജ്ഡ് വാട്ടർ എന്ന് പറയുന്നത് ഇതിനെയാണ്. അതിൽ ഒരു പൈസ ചിലവും നമുക്കില്ല, ഒട്ടും എക്സ്പെൻസീവും അല്ല. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. എന്നാൽ ഇതിലൂടെ നമുക്ക് ധാരാളം എനർജി കിട്ടുകയും ചെയ്യും. ഈ വെള്ളം സ്കിന്ന് പ്രോബ്ലംസ് ഉള്ള ഭാഗങ്ങളിൽ
നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ സ്കിൻ പ്രോബ്ലംസ് ഉള്ള ഭാഗങ്ങളിൽ കഴുകാനും പിന്നെ കണ്ണിലൊക്കെ നമുക്ക് കഴുകാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഈ വെള്ളത്തിൽ കൂടുതലായിട്ട് വെയിൽ കൊള്ളിച്ചെന്ന് വിചാരിച്ചിട്ട് കൂടുതൽ ബെനഫിറ്റ് കിട്ടുകയില്ല. എന്നാൽ കുറച്ച് സമയം മാത്രം വെയിൽ കൊള്ളിച്ചു എന്നുണ്ടെങ്കിൽ അതിന് വളരെ കുറച്ച് എഫക്റ്റേ ഉണ്ടാവുകയുമുള്ളൂ. ഈ ചാർജ്ഡ് വാട്ടർ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. ഇനി നമുക്ക് അടുത്ത ടെക്നിക്ക് നോക്കാം. അടുത്ത ടെക്നിക്കാണ് ത്രാടക വിത്ത് സൺ. ത്രാടക എന്ന് പറയുന്നത് ഒരു യോഗ ടെക്നിക്കാണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണ് സ്റ്റേബിളായിട്ട് വെച്ചിട്ട് നമ്മൾ കുറച്ച് നേരം സൂര്യൻ അസ്തമിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ സൂര്യൻ ഉദിക്കുന്ന സമയത്തോ സൂര്യനെ നോക്കി നിൽക്കുക. അത് മാത്രമാണ് ചെയ്യേണ്ടത്. സൺ ഗേസിങ് എന്നാണ് ഈ ടെക്നിക്കിനെ പറയുന്നത്. ഈ ടെക്നിക്ക് വഴി നമുക്ക് എനർജി നന്നായിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഒരു ഡ്രോപ്പ് നെയ്യ്, 2 കണ്ണിലും ഓരോ ഡ്രോപ്പ് നെയ്യ് ഒഴിച്ചിട്ട് ഈ ത്രാടക ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കൂടുതൽ ബെനഫിറ്റ് ഉണ്ടാവും. കാരണം നെയ്യ് എന്ന് പറയുന്നത് കണ്ണിലെ ഐ ടിഷ്യൂസിന് നല്ല നറിഷിങ് ആണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇത് ഒഴിച്ചിട്ട് ചെയ്യുന്നത് കുറച്ചും കൂടി ബെനഫിഷ്യലാണ്. എന്നാൽ അത് ഒഴിക്കാതെയും നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ ത്രാടക ഒരു 10 സെക്കൻഡ് നമ്മൾ ഓറഞ്ച് നിറത്തിലുള്ള സൂര്യനുള്ള സമയമുണ്ടല്ലോ, ആ സമയത്താണ് നമ്മൾ കണ്ണ് കൊണ്ട് ഈ സൂര്യനെ സ്റ്റേബിളായിട്ട് കുറച്ച് നേരം കണ്ണിളക്കാതെ നോക്കി നിൽക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യുന്നത്. ഈ സമയത്ത് എന്തെങ്കിലും ഇറിറ്റേഷൻസ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാവുന്നതും ആണ്. നിങ്ങളുടെ ഫോക്കസ് കൂട്ടാൻ അതുപോലെ ശ്രദ്ധ കൂട്ടാൻ ഒക്കെ ഈ ഒരു ടെക്നിക്ക് വളരെ ബെനഫിഷ്യൽ ആയിട്ടുള്ള ഒന്നാണ്. വളരെ ഡിപ്രഷനിൽ, ആങ്സൈറ്റി അങ്ങനത്തെ ബുദ്ധിമുട്ടുകളിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സൺ ബാത്തിങ്, സൺ ചാർജഡ് വാട്ടർ, അതുപോലെ ത്രാടക വിത്ത് സൺ, ഈ 3 ടെക്നിക്സാണ് സണ്ണിൽ നിന്നുള്ള, സൂര്യപ്രകാശത്തിൽ നിന്നുള്ള എനർജി നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റിയ 3 ടെക്നിക്സ്. ഈ 3 ടെക്നിക്സിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കുറക്കുക അല്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് മാറ്റുക എന്നുള്ളത് മാത്രമല്ല, സ്കിന്നിനും അതുപോലെ നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളിലും ഈ സൺ ടെക്നിക്സ്, ഈ 3 ടെക്നിക്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് ഇതിലേത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. വളരെ ഈസിയും ഒട്ടും പൈസ ചിലവില്ലാത്തതുമായിട്ടുള്ള 3 ടെക്നിക്സാണ് ഇത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപയോഗപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുകൂടാതെ ഈ ചാനൽ നിങ്ങൾക്ക് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. താങ്ക് യു സോ മച്ച്.